കാളകിക്കാവിലെ ആദിപരം പൊരുളേ ദേവി അമ്മേ ഭഗവതിയേ ദേവി താരിക ഘാതകിയേ മീനക്കാവിലെ കാളിയായി വാഴുമമ്മേ ദേവി കൈലാസവാസിനിയേ ദേവി മാരി വിതയ്ക്കുമമ്മേ. നമ്മൾ കൊച്ചു കുട്ടികൾ എങ്ങനെയാണ് ഒരു കുളി കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുക, കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് കൊടുത്ത് അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണല്ലോ, അതേപോലെയാണ് ഇവിടുത്തെ ഭഗവതി ചടങ്ങ്. കാരണം എന്താ പറയുക, മാറ്റുകൊടുത്ത് വന്ന് ഉള്ളിൽ കയറി പ്രസാദം തൊട്ട് ഭംഗിയായിട്ട് പ്രസാദം തൊട്ട് അത് കഴിഞ്ഞ് നടക്കി വന്ന് നട തുറക്കണോടുകൂടി നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങി അവിടെ നിന്നിട്ടാണ് കലി കയറുക. അപ്പം കലി കയറിയതിന് ശേഷമാണ് ഇവിടെ കൂറ ചുറ്റുക. കൂറാന്ന് വെച്ചാൽ പട്ട് ചുമപ്പ് പട്ട് ചുറ്റുക, കലി കയറിയതിന് ശേഷമാണ് ചുറ്റുക. അപ്പം അങ്ങനെ ചുറ്റി പിന്നെ അരമണി എടുത്ത് ചുറ്റി പിന്നെ ചിലമ്പ് 2 എണ്ണം ഉണ്ട്, അത് കാലുമയ്ക്കുള്ള ചിലമ്പാണ്, അത് രണ്ടും പൊക്കി പിടിച്ച് അട്ടഹാസമാണ്. അങ്ങനെ അട്ടഹസിച്ച് ചിലമ്പ് വെക്കുന്നു. ചിലമ്പ് വെച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരുവായുധം എടുത്തിട്ട് നമുക്ക് കൈമയ്ക്ക് ചിലമ്പില്ല, 2 കാലുമേലേക്കാണ് ചിലമ്പ്. അപ്പം അങ്ങനെ തുള്ളി പുറപ്പെട്ട് കഴിഞ്ഞാൽ മാസപ്പിടി പോയി ചിലമ്പ് എടുത്ത് കൊണ്ടു വയ്ക്കും. നമ്മൾ തന്നെ തുള്ളി നിൽക്കുമ്പോൾ ചിലമ്പ് കെട്ടണം കാലിന്. ഇവിടുത്തെ ചടങ്ങ് അങ്ങനെയാണ്. എന്നിട്ടാണ്